പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നടക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കരൂർ ദുരന്തമില്ലേ. ഇപ്പൊ കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷനും നടനുമായി വിജയ് ഇന്ന് CBIക്ക് മുന്നിൽ ഹാജരാകുന്ന ദിവസം കൂടിയാണ്. ഡൽഹിയിലെ CBI ആസ്ഥാനത്തേക്കാകും അദ്ദേഹം എത്തുക. ഡൽഹിയിൽ വിജയ്ക്ക് Y കാറ്റഗറി സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരത്ത് ഡൽഹിയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നു. ശരത്ത്, ഗുഡ് മോർണിംഗ്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയ് ആദ്യമായാണ് ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിലേക്ക് എത്തുന്നത്. ആദ്യമായാണ് വിജയുടെ മൊഴി രേഖപ്പെടുത്താൻ പോകുന്നത്. അപ്പം അത്ര കണ്ട് പ്രാധാന്യമുണ്ട്. മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ അനുസരിച്ച് എത്ര മണിക്ക് ഈ വിജയ് അവിടേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ നേരത്തെയൊക്കെ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ടുള്ള വാർത്തകളിൽ 2 ദിവസം ഈ ചോദ്യം ചെയ്യൽ നീളുമെന്നൊക്കെ കേട്ടിരുന്നു. അങ്ങനെ തന്നെയാണോ വരുന്ന സൂചനകളൊക്കെയും ശരത്ത്? ഗുഡ് മോർണിംഗ് സേലക്ഷ്മി. കാരണം വിജയ് ആദ്യമായി ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിലെത്തുന്നു എന്ന് സേലക്ഷ്മി പറഞ്ഞതാണ് ഇന്നത്തെ ഏറ്റവും പ്രത്യേകത. കാരണം വിജയ് ഇന്ന് 7 മണിക്ക് തന്നെ ചെന്നൈയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഡൽഹിയിൽ അദ്ദേഹം 10:15 ഡൽഹിയിൽ വിമാനത്താവളത്തിൽ T2 ലാൻഡ് ചെയ്യുന്നത്. ടെർമിനൽ 2 ലാൻഡ് ചെയ്ത അവിടുന്ന് നേരെ തന്നെ 11 മണിക്ക് തന്നെ CBI ആസ്ഥാനത്ത് ഹാജരാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരും അദ്ദേഹത്തിന് എസ്കോർട്ട് കൊടുക്കുന്ന ഡൽഹി പോലീസ് വൃത്തങ്ങളും നമ്മൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും CBI ചോദ്യമുനയിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം തമിഴ്നാട് പോലീസ് ചാർജ് ചെയ്ത അല്ലെ കരൂർ ദുരന്തത്തിന് ശേഷം ഉള്ള FIRലും വിജയ് പ്രതിയോ അല്ലെങ്കിൽ സാക്ഷിയോ ഒന്നുമായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് CBI ഇക്കാര്യത്തിൽ നിയമപരമായി തന്നെ നോട്ടീസ് കൊടുത്തുകൊണ്ട് വിജയെ വിളിച്ചിരിക്കുന്നത്. നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് 11 മണിക്ക് CBI ഡൽഹി ആസ്ഥാനത്ത് ഹാജരാവണമെന്നായിരുന്നു. നേരത്തെയുള്ള CBI ഡൽഹി അന്വേഷണ സംഘമാണ് വിജയനെ ചോദ്യം ചെയ്യുന്നത്. ഈ കേസ് അന്വേഷിക്കുന്നതും ഡൽഹിയിൽ നിന്നുള്ള അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. മറ്റ് സൗത്ത് ഇന്ത്യയിലെ ചെന്നൈയിലെ CBIയോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ CBIയോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ CBI ഒന്നും അന്വേഷണ ഭാഗമല്ല. നേരിട്ട് തന്നെ അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. സ്വാഭാവിക സേലക്ഷ്മി, വിജയ് ഒരു സൂപ്പർ നടൻ തൻ്റെ പാർട്ടിയുടെ പേരിൽ ആദ്യത്തെ ഒരു കേസിൽ അത് സാക്ഷിയോ പ്രതിയോ ആവട്ടെ ഏതായാലും CBIക്ക് മുമ്പിൽ ഹാജരാകുന്നു. CBIയുടെ ചോദ്യാവലിക്ക് അദ്ദേഹം ഉത്തരം നൽകേണ്ടും. ഏതായാലും മുതിർന്ന അഭിഭാഷകരോടൊപ്പമാണ് പ്രത്യേക വിമാനത്തിൽ ചെന്നൈയിൽ നിന്ന് പാർട്ടി ഭാരവാഹികളോടൊപ്പം വിജയ് ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഇവിടെ സുപ്രീം കോടതിയിലെ മുതിർന്ന 2 അഭിഭാഷകർ അദ്ദേഹത്തെ അനുഗമിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വിജയെ സംബന്ധിച്ചിടത്തോളം. ആദ്യമായി വിജയ് ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിയോ സാക്ഷി വിജയെ സംബന്ധിച്ചും TVK ഒക്കെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയ് ഇന്നിപ്പം CBIക്ക് മുന്നിൽ എത്തുകയാണ്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ